പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഹരി ഓം. ശ്രീമദ് ഭാഗവത കഥാവിചാരത്തിൽ ചതുർത്ഥ സ്കന്ധത്തിലെ പൃഥുചരിതമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. പൃഥുചരിതത്തിലെ 19-ാം അധ്യായമാണ് ഇനി നമുക്ക് കേൾക്കാനുള്ളത്. പൃഥു മഹാരാജാവ് അശ്വമേധയാഗം നടത്തിയ കഥ ഈ അധ്യായത്തിൽ വിവരിക്കുന്നു. ഇവിടെ ഒരു മനുഷ്യ ജീവിതത്തിൽ സമഗ്രമായി വേണ്ട കാര്യങ്ങളെ പൃഥുവിൻ്റെ കഥയിലൂടെ നമുക്ക് ഉപദേശിക്കുകയാണ് ചെയ്യുന്നത് വ്യാസമഹർഷി. ഒരു മനുഷ്യൻ ആദ്യമായി ചെയ്യേണ്ടത് തൻ്റെ കർത്തവ്യത്തെ മനസ്സിലാക്കി അത് വേണ്ട രീതിയിൽ വിജയകരമായി ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത് കാര്യം. ജീവിത വിജയം നേടണമെങ്കിൽ തൻ്റെ പ്രവൃത്തി അതേതാണെങ്കിലും അത് സമർത്ഥമായി ചെയ്യാൻ അദ്ദേഹത്തിന് ആദ്യം സാധിക്കണം. പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ തൻ്റെ പ്രവൃത്തികൾ തൻ്റെ കർത്തവ്യങ്ങളിൽ വീഴ്ച വരുത്തുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും സംതൃപ്തിയോ സമാധാനമോ കണ്ടെത്താൻ കഴിയില്ല. അത് നിശ്ചയമായിട്ടുള്ളൊരു കാര്യമാണ്. ഉദാഹരണത്തിന് ഒരു അധ്യാപകനായിട്ടുള്ള ഒരാളുടെ കർത്തവ്യമാണ്, കടമയാണ് അദ്ദേഹം തൻ്റെ ആ അധ്യാപന പ്രവൃത്തി പഠിപ്പിക്കുക എന്നുള്ളത് വിട്ടുവീഴ്ചയില്ലാതെ ആത്മാർത്ഥതയോടുകൂടി എഫിഷ്യൻ്റായി നിർവഹിക്കുക എന്നുള്ളത്. കാരണം അധ്യാപകനായിട്ടുള്ള അദ്ദേഹം എനിക്കിഷ്ടമില്ല ഈ ജോലി എന്ന് പറഞ്ഞ് വല്ലപ്പോഴും സ്കൂളിൽ പോയതുകൊണ്ട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇനി അതല്ല, അധ്യാപകൻ സ്കൂളിൽ പോകുന്നുണ്ട് കൃത്യമായിട്ട്, പക്ഷേ പഠിപ്പിക്കുന്നത് കുട്ടികൾക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ടും പ്രയോജനമില്ല. പഠിപ്പിക്കാൻ അദ്ദേഹം സ്കൂളിൽ കൃത്യമായിട്ട് ആത്മാർത്ഥതയോടുകൂടി പോകുന്നുണ്ട്, ഒപ്പം ക്ലാസ്സുകളൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ പഠിപ്പിക്കുന്ന കാര്യം കുട്ടികൾക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ചെയ്യുന്നത് എഫിഷ്യൻ്റായിട്ട് താൻ ചെയ്യുന്ന പ്രവൃത്തി അത് ഉപകാരപ്രദവുമായി തീരണം. കേൾക്കുന്നതായിട്ടുള്ള താൻ പഠിപ്പിക്കുന്നതായിട്ടുള്ള വിഷയം എങ്ങനെയായാലാണ് കുട്ടികൾക്ക് മനസ്സിലാവുക, ആ രീതിയിൽ സമർത്ഥമായിട്ട് അത് ചെയ്യാനുള്ളതായിട്ടുള്ള എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻ്റ് എന്ന് പറയും. കൃത്യമായിട്ട് ചെയ്യണം, എഫിഷ്യൻ്റ് ആയിരിക്കണം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ ആ ജോലി അദ്ദേഹത്തിന് സന്തോഷകരമായിട്ടും സംതൃപ്തമായിട്ടും കൊണ്ടുപോകാൻ സാധിക്കൂ. ഇത് എല്ലാ കാര്യത്തിലും ഒരു മനുഷ്യന് അനിവാര്യമായിട്ടുള്ളതാണ്. ആദ്യം അവൻ്റെ ജോലി എന്താണോ, കർത്തവ്യം എന്താണോ, അത് വളരെ കൃത്യമായും വ്യക്തമായും വൃത്തിയായും ചെയ്യുക. ഒപ്പം അദ്ദേഹം മിക്കവാറും ഗൃഹസ്ഥനായിരിക്കും, അല്ലേ? കുടുംബത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. കുടുംബത്തിൽ ജീവിക്കുന്ന സമയത്ത് വിവാഹം കഴിയാത്ത ആളാണെന്നുണ്ടെങ്കിൽ തൻ്റെ മാതാപിതാക്കളോടും അതുപോലെ ആ കുടുംബത്തിലെ മറ്റുള്ളവരോടുമുള്ളതായിട്ടുള്ള ആ വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുക, സ്നേഹമസൃണമായ പെരുമാറ്റമുണ്ടായിരിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. അതില്ലെങ്കിൽ എപ്പോഴും കൊടുക്കുന്നതാണല്ലോ നമുക്ക് തിരിച്ചു കിട്ടുക. ദേവാൻ ഭാവയതാനേന എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഈശ്വരനോട് നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെ തേ ദേവാ ഭാവയന്തു വഹ, അവർ തിരിച്ചും അതുപോലെ തന്നെ നിന്നോട് പെരുമാറും. പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യഥ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. ഇത് കേവലം ഒരു
യജ്ഞത്തിൻ്റെ കാര്യത്തിൽ മാത്രമുള്ളതായിട്ടുള്ളൊരു ശ്ലോകമല്ല. വ്യവഹാരത്തിൽ മുഴുവൻ നാം മറ്റുള്ളവരോട് കുശലമായി വ്യവഹരിച്ചാൽ മാത്രമേ തിരിച്ചും അതുപോലെയുള്ള പ്രവൃത്തി അല്ലെങ്കിൽ പെരുമാറ്റം നമുക്ക് ലഭ്യമാകൂ. അതുകൊണ്ട് നമ്മുടെ കർമ്മമണ്ഡലത്തിലാണെങ്കിലും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ പെരുമാറ്റവും വളരെ ഹൃദ്യമായിരിക്കണം. അതും വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി വിവാഹം കഴിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തൻ്റെ ജീവിത പങ്കാളി, തൻ്റെ കുടുംബത്തിലെ കുട്ടികൾ, ഇവരോടുള്ള പെരുമാറ്റം അതിന് നമുക്ക് സമയം കണ്ടെത്തണം. ചില ആളുകൾ പറയും സമയം കിട്ടില്ല, തിരക്കാണ്. പക്ഷേ സമയം കിട്ടില്ല, തിരക്കാണെന്ന് പറഞ്ഞ് പിന്നെ എപ്പോഴേക്കാണ് നിങ്ങൾ സ്നേഹത്തോടെയുള്ളൊരു പെരുമാറ്റത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്? അവസാന കാലത്തേക്കോ? പൊതുവേ ഒരു ചൊല്ല് പറയാറുണ്ട് അല്ലേ, വെള്ളം മുഴുവൻ ചോർന്നു പോയതിന് ശേഷം അണ കെട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തടയണ കെട്ടാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പ്രയോജനമുണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ ധനസമ്പാദനത്തിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ സമയം കണ്ടെത്തി തൻ്റെ ജീവിതത്തിൽ തൻ്റെ കൂടെയുള്ളവരെ പരിഗണിക്കാൻ, തൻ്റെ കൂടെയുള്ള ആളുകളെ ചേർത്ത് നിർത്താൻ തനിക്ക് സമയം കിട്ടിയില്ല എങ്കിൽ പിന്നീട് ഈ നേടിയതൊന്നും പ്രയോജനപ്പെടാതെ അവസാനം ജീവിതം ശൂന്യമായി തീരും. താൻ നേടിയെടുത്ത പദവികളും സമ്പത്തുമൊക്കെ തൻ്റെ കൂടെ ഉണ്ടാവും, പക്ഷേ ചേർത്ത് നിർത്താൻ ആരുമില്ലാത്തതായിട്ടുള്ള ഒരു സാഹചര്യം വരും. അതുകൊണ്ട് കർമ്മകുശലത എന്നുള്ളതിനോടൊപ്പം തൻ്റെ കൂടെയുള്ളവരെ ചേർത്ത് നിർത്താനും സമയം കണ്ടെത്താൻ നാം പരിശ്രമിക്കുക തന്നെ വേണം. വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഒക്കെ അത് അനിവാര്യമാണ്. പൃഥുവിൻ്റെ കാര്യമാണ് നാം പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ഭരണം എന്നുള്ള കർത്തവ്യം, അതാണല്ലോ ഒരു രാജാവിൻ്റെ കടമ, അത് ഭംഗിയായി നിർവഹിക്കാൻ വേണ്ടി ഭൂമിയെ ഒരു പശുവിൻ്റെ രൂപത്തിലാക്കി അതിൽ നിന്നും വേണ്ടതെല്ലാം കറന്നെടുത്ത് തൻ്റെ പ്രജകൾക്ക്, ദേവന്മാർക്കും മനുഷ്യർക്കും അസുരന്മാർക്കും എല്ലാവർക്കും വേണ്ട കാര്യങ്ങളെ നൽകി അവരെ സന്തുഷ്ടരാക്കി പരിപാലിച്ചു. ഒപ്പം തൻ്റെ പ്രജകളെ സ്വന്തം പുത്രന്മാരെ പോലെ, കുടുംബാംഗങ്ങളെ പോലെയാണ് പൃഥു കണ്ടതെന്നും തൻ്റെ പത്നിയെ സ്വന്തം ശരീരത്തിൻ്റെ പകുതിയായി, അർദ്ധാംഗിനിയായി, അതായത് അഭിപ്രായ സ്വാതന്ത്ര്യത്തോടുകൂടി അടിച്ചമർത്തലല്ല നമ്മുടെ സംസ്കാരത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് സ്വന്തം പകുതിയായി, അതായത് തൻ്റെ ഒരു അഭിപ്രായ പൂർണ്ണത എന്നുള്ളത് തൻ്റെ ഭാര്യയുടെ കൂടി ഒരു നിർദ്ദേശമാണ്. തനിക്കൊരു കാര്യത്തിൽ തീരുമാനമെടുക്കണമെങ്കിൽ അത് ഭാര്യയോട് കൂടി ചോദിച്ച് അവരെ കൂടി പരിഗണിച്ച് ആ രീതിയിലായിരിക്കണം. കുടുംബജീവിതത്തിൽ തൻ്റെ ജീവിത പങ്കാളിയുടെ ആ ഒരു സ്ഥാനമെന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നുള്ളത് പൃഥുവിൻ്റെ കാര്യത്തിലൂടെ കാണിക്കുന്നു. മൂന്നാമത്തതാണ്, നമ്മുടെ ജീവിതം ധന്യമാകണമെന്നുണ്ടെങ്കിൽ യജ്ഞാദി കാര്യങ്ങൾ, ഈശ്വര ആരാധന എന്നുള്ളതും നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. കാരണം നാം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ വിജയം. ജീവിതത്തിൽ എപ്പോഴും നാം ചെയ്യുന്ന പ്രവൃത്തികൾ സഫലമായി തീരണം. ജീവിതത്തിൽ ദുഃഖങ്ങളില്ലാതെ, ആപത്തുകളില്ലാതെ സന്തോഷപൂർണമായി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നാം എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെയാവുമ്പോഴാണല്ലോ നമ്മുടെ ജീവിതം സുഖമയമായി തീരുന്നത്. എന്നാൽ നമുക്കൊക്കെ അറിയാം, അത് നമ്മുടെ മാത്രം പ്രയത്നം കൊണ്ട് സാധിക്കുന്നതല്ല. ഭാഗ്യവും കൂടി നമ്മുടെ കാര്യത്തിൽ ഉണ്ടാവണം. ഭാഗ്യം കൂടി നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വിജയകരമായി തീരുന്നത്. ഏത് കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാലും അത് സഫലമായി തീരുന്നത്. ഇതെല്ലാം ഭാഗ്യം കൂടി നമുക്ക് അനുകൂലമായി തീരുമ്പോഴാണ്. ഈ ഭാഗ്യം അനുകൂലമായി തീരുക എന്നുള്ളത് ഈശ്വരാനുഗ്രഹം നമുക്കുണ്ടാകുമ്പോഴാണ് ഭാഗ്യം അനുകൂലമായി തീരുന്നത്. എന്നാൽ ഈശ്വരാനുകൂലം നാം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അത് കേവലം മഴ പെയ്യുന്ന സമയത്ത് ചെടികൾ മുളച്ചു വരുന്നത് പോലെ, അല്ലെങ്കിൽ ഇടിവെട്ടുമ്പോൾ കൂണ് മുളയ്ക്കുന്നത് പോലെ ആകസ്മികമായിട്ട് സംഭവിക്കുന്ന കാര്യമല്ല. നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നതായിട്ടുള്ള സത്കർമ്മങ്ങളുടെ, ഈശ്വര ആരാധനയുടെ പരിണത ഫലമാണ് പുണ്യം. ആ പുണ്യത്തിൻ്റെ പരിണത ഫലമാണ് നമുക്ക് ഭാഗ്യം ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ദിവസവും കുറച്ചു സമയമെങ്കിലും ഈശ്വര ആരാധനയ്ക്ക് നാം സമയം കണ്ടെത്തേണ്ടതാണ്.
എങ്ങനെയാണോ ഒരാൾ തൻ്റെ ജീവിതത്തിൽ തൻ്റെ വരുമാനത്തിൽ കുറച്ച് പണം മിച്ചം വെച്ച്, സാധാരണ നമുക്കറിയാം ഒരു ആവറേജ് വരുമാനക്കാരനായിട്ടുള്ള ഒരാൾക്ക് ജീവിതത്തിൽ വല്ലാതെയൊന്നും മിച്ചം വയ്ക്കാനുണ്ടാവില്ല സമ്പത്ത്. കാരണം പല ചെലവുകളായിരിക്കും. മാത്രമല്ല, ഒന്ന് ആർഭാടമായിട്ട് ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളതൊന്നും തികയാതെ വരും. എന്നാൽ ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തി, നമുക്കറിയാം, ഇതിൻ്റെ ഇടയിലും എന്തെങ്കിലും മിച്ചം പിടിച്ച് നമ്മുടെ കുട്ടികളുടെ പേരിലോ അല്ലെങ്കിൽ ഭാര്യയുടെ പേരിലോ സ്വന്തം പേരിലോ ഒരു ചെറിയതായിട്ടുള്ള ഒരു വരുമാനം, ഒരു പങ്ക്, ഒരു ദിവസത്തിൽ 50 രൂപയോ ഒരു 100 രൂപയോ മിച്ചം പിടിച്ച് അത് ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ നിക്ഷേപിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു 50 രൂപ എന്നുള്ളത് സാധാരണ ഒരാളെ സംബന്ധിച്ച്, നിങ്ങളുടെ കൂട്ടത്തിലൊരു സ്വാമിജി ഒരു പ്രാവശ്യം പറയുകയുണ്ടായി, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസവും 100 രൂപയ്ക്കോ 200 രൂപയ്ക്കോ മദ്യപിക്കാൻ അല്ലെങ്കിൽ ലോട്ടറി എടുക്കാൻ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പലപ്പോഴും പലർക്കും 100 രൂപയോ 200 രൂപയോ മാറ്റിവെക്കാനുണ്ടാവും. എന്നാൽ തൻ്റെ ജീവിതത്തിലേക്ക് അനിവാര്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു 100 രൂപ മാറ്റിവെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പണം ഉണ്ടാകാറില്ല. ഇതുപോലെ ഉള്ള സന്ദർഭത്തിൽ ഒരാൾ വിവേകപൂർണമായി ഉള്ളതിൽ നിന്നൊരു 50 100 രൂപ മാറ്റിവെച്ച് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തനിക്കൊരു പ്രതിസന്ധിയോ ആപത്തോ വരുന്ന സമയത്ത് അത് നമുക്ക് പ്രയോജനപ്പെടാറുണ്ട്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചേരുക തുടങ്ങിയിട്ടുള്ളത് ചെയ്യുമ്പോൾ അത് നമുക്കൊരു അസുഖമൊക്കെ വരുമ്പോഴാണ്, ഒരു ആപത്ത് സമയത്താണ് അത് വിനിയോഗപ്പെടാറ്, അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുക. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പുണ്യത്തിൻ്റെ കാര്യത്തിലും. സമയമില്ല എന്ന് പറയുമ്പോഴും ആ ഇല്ലാത്തതായിട്ടുള്ള സമയത്തിൽ നിന്ന് ഒരു അരമണിക്കൂറെങ്കിലും മിച്ചം പിടിക്കാൻ, സമയമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഫോൺ ഉപയോഗിക്കാനും പത്രം വായിക്കാനും സീരിയലുകളോ അല്ലെങ്കിൽ ടി വിയോ മറ്റോ കാണാനും ബാക്കിയൊക്കെ നമുക്ക് സമയം കിട്ടാറുണ്ട്. അതൊന്നും നമ്മൾ വേണ്ടാന്ന് വെക്കുന്നില്ലല്ലോ. അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ, നാട്ടിൽ വർത്തമാനം പറയാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ സമയം കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരു അല്പസമയം മാറ്റിവെച്ച് ദിവസവും ഒരു സഹസ്രനാമ ജപമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദേവീ മാഹാത്മ്യം മുടങ്ങാതെ പാരായണം ചെയ്യുക, ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അനുഷ്ഠാനം നാം മുടങ്ങാതെ ചെയ്യുമ്പോഴാണ്, നിത്യാനുഷ്ഠാനമായി ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു പുണ്യം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യമായി പരിണമിക്കുന്നത്. പൃഥുവും അതുപോലെ തന്നെയാണ്. പൃഥു വലിയ സമർത്ഥനായിരുന്നു, രാജാവായിരുന്നതുകൊണ്ട് നിത്യകാര്യങ്ങളുടെ കൂടെ നൈമിത്തികമായി യജ്ഞങ്ങളും അദ്ദേഹം ചെയ്തിരുന്നു. അപ്പോൾ നിത്യനൈമിത്തിക കാര്യങ്ങൾ എന്നുള്ളത് മുടക്കം കൂടാതെ കഴിയാവുന്നവരും ചെയ്യേണ്ടതാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇവിടെ പൃഥു സരസ്വതി നദി കിഴക്കോട്ടൊഴുകുന്നതായിട്ടുള്ള ബ്രഹ്മാവർത്തത്തിൽ വെച്ച് അശ്വമേധങ്ങളെ കൊണ്ട് ഭഗവാനെ ആരാധിക്കാൻ വേണ്ടി ദീക്ഷ വരിച്ചു, സങ്കല്പം വരിച്ചു. പൃഥുവിൻ്റെ ആദ്യത്തെ യാഗം കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ദ്രന് അദ്ദേഹത്തോട് സ്പർദ്ധ തോന്നാൻ തുടങ്ങി. കാരണം 100 അശ്വമേധ യാഗങ്ങൾ ചെയ്തിട്ടാണ് ഇന്ദ്രൻ ഇന്ദ്രപദവി സമ്പാദിച്ചത്. പൃഥുവിൻ്റെ ആദ്യത്തെ യാഗം തന്നെ തൻ്റെ യാഗങ്ങളെക്കാളൊക്കെ വളരെ ശ്രേഷ്ഠമായിട്ട് ഇന്ദ്രന് തോന്നി. അതിന് കാരണം, ഈ ഇന്ദ്രൻ യാഗം ചെയ്തിരുന്ന സമയത്ത് തന്നെ തനിക്ക് ഇന്ദ്രപദവി കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടായിരുന്നു ഈ യാഗങ്ങൾ ചെയ്തിരുന്നത്. എന്നാൽ പൃഥുവിൻ്റെ യാഗമാകട്ടെ ഭഗവാൻ സന്തോഷിക്കണം എന്നുള്ളതായ ഉദ്ദേശത്തിലായിരുന്നു ചെയ്തിരുന്നത്. അതാണ് ഇന്ദ്രൻ്റെ സകാമയാഗങ്ങളെക്കാളും പൃഥുവിൻ്റെ നിഷ്കാമയാഗം ശ്രേഷ്ഠമായി തീർന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. ചിലരൊരു ജോലി ചെയ്യുന്ന സമയത്ത് എങ്ങനെങ്കിലും ആ ജോലി കഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണോ ജോലി ചെയ്യുന്നത് അയാളെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ചെയ്യും. അല്ലാതെ ആ ജോലിയോട് വലിയൊരു ഡെഡിക്കേഷൻ ഉണ്ടായിട്ടോ അതൊരു പാഷനായിട്ടോ അല്ല ചെയ്യുക. എന്നാൽ ചില ആളുകൾ ആ ജോലി വളരെ പെർഫെക്റ്റായിട്ട്
ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടി ഒരു സംതൃപ്തി ഉണ്ടാവണല്ലോ. അങ്ങനെ പെർഫെക്റ്റായിട്ട് ചെയ്യാറുണ്ട്. അതുപോലെയാണ് പൃഥു യാഗം ചെയ്തിരുന്നത്. പൃഥുവിന് യാഗത്തിന് മറ്റുദ്ദേശങ്ങളൊന്നുമില്ല. തനിക്കിത്രയൊക്കെ ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും പദവികളും ഒക്കെ നൽകിയത് ഭഗവാനാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ സമ്പത്തിലെ ഒരംശം കൊണ്ട് ആ ഭഗവാനെ യാഗങ്ങളെ കൊണ്ട് ആരാധിക്കുക എന്നുള്ളത് തൻ്റെ ഒരു കടമയാണ് എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം അശ്വമേധയാഗം ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് വളരെ മനോഹരമായിരുന്നു, അല്ലെങ്കിൽ വളരെ ഗംഭീരമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ദ്രന് പൃഥുവിനോട് കലശലായിട്ടുള്ള അസൂയ തോന്നിയത്. പൃഥുവിൻ്റെ യാഗത്തിലാകട്ടെ യജ്ഞേശ്വരനായിട്ടുള്ള ഭഗവാൻ പ്രത്യക്ഷമായിട്ട് തന്നെ വന്നു. പരമശിവൻ, ബ്രഹ്മാവ്, ലോകപാലന്മാർ ഇവരൊക്കെ ഭഗവാനെ അനുഗമിച്ച് ആ യാഗത്തിൽ പങ്കെടുത്തു. സിദ്ധന്മാർ, വിദ്യാധരന്മാർ, ദൈത്യന്മാർ, ദാനവന്മാർ, യക്ഷന്മാർ, നന്ദൻ, സുനന്ദൻ തുടങ്ങിയുള്ള വിഷ്ണു പാർഷദന്മാർ, അതുപോലെ കപിലൻ, നാരദൻ, ദത്താത്രേയൻ, യോഗീശ്വരന്മാരായിട്ടുള്ള സനകാദികൾ തുടങ്ങിയിട്ടുള്ളവരും പൃഥുവിൻ്റെ യാഗത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ഭഗവാനെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ വന്നത്. കാരണം സർവേശ്വരനായിട്ടുള്ള ഭഗവാൻ ശ്രീഹരി വരുന്ന സമയത്ത് അവരെല്ലാം കൂടെ വരുമല്ലോ. അങ്ങനെ ആ യജ്ഞമഹോത്സവത്തിൽ ആദ്യം തന്നെ ഭൂമിദേവി യജ്ഞകർമ്മത്തിന് വേണ്ട ഹവിസ്സുകളൊക്കെ നൽകി. അതായത് യജ്ഞം നൽകാനുള്ളതായ, അല്ലെങ്കിൽ യജ്ഞം നിർവഹിക്കാൻ വേണ്ടിയുള്ളതായിട്ടുള്ള ഹവിസ്സും മറ്റു കാര്യങ്ങളുമെല്ലാം ഭൂമിയിൽ സമൃദ്ധമായിട്ടുണ്ടായി എന്നർത്ഥം. നദികളാകട്ടെ പാല്, തൈര്, നെയ്യ്, മോര് എന്നിവ നദീദേവതകൾ കൊണ്ടുവന്നു കൊടുത്തു. വൃക്ഷങ്ങളിൽ നിന്ന് തേൻ ഒഴുകി വന്നുകൊണ്ടിരുന്നു. മരങ്ങളിൽ ധാരാളം പഴങ്ങൾ നിറഞ്ഞു നിന്നു. സമുദ്രങ്ങൾ പലവിധ രത്നങ്ങളെയും പർവ്വതങ്ങളാകട്ടെ ചതുർവിധ ഭക്ഷ്യ സാമഗ്രികളെയും കൊടുത്തു. ഈ 4 തരത്തിലാണ് ഭക്ഷണം എന്നാണ് പറയുന്നത്. അതായത് ഭക്ഷ്യം, ഭോജ്യം, ലേഹ്യം, ചോഷ്യം, ഇങ്ങനെ 4 തരത്തിലാണ് ഭക്ഷണം. ഭക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല്ലുകൊണ്ട് കടിച്ചു തിന്നുന്നതായിട്ടുള്ള സാധനങ്ങൾ, ഇപ്പോൾ ചോറും മറ്റുള്ള എന്തൊക്കെ ആവട്ടെ, നമ്മൾ കടിച്ചു തിന്നുന്ന സാമഗ്രികളുണ്ട്. അതിനെയാണ് ഭക്ഷ്യം എന്ന് പറയുക, ഭക്ഷിക്കുന്നത്. ഭോജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷ്യത്തിലുള്ളതാണ് ഈ ഭോജ്യം. അതിന് ഭക്ഷ്യമെന്നും പറയും, ഭോജ്യം എന്ന് പറയും. ഭക്ഷ്യം പല്ലുകൊണ്ട് കടിച്ചു തിന്നണ്ടവ. ഭോജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവ് കൊണ്ട് അലിയിച്ച് കഴിക്കുന്നത്. ലേഹ്യം നക്കി തിന്നുന്നത്. ചോഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടിച്ച് നീരിറക്കി അതിൻ്റെ രസം മാത്രം എടുക്കുന്നത്. കരിമ്പ് തുടങ്ങിയിട്ടുള്ളതൊക്കെ നമ്മളതിൻ്റെ രസം എടുക്കുന്നു, എന്നിട്ട് അതിൻ്റെ ചണ്ടി കളയുന്നു. ഇങ്ങനെയുള്ളത് ചോഷ്യം എന്ന് പറയും. ഇങ്ങനെ 4 തരത്തിലാണ് ഭക്ഷണം എന്ന് പറയും. അങ്ങനെ 4 തരത്തിലുള്ള ഭക്ഷണത്തെയും പർവ്വതങ്ങൾ നൽകി. എല്ലാ ലോകങ്ങളും ലോകപാലന്മാരുമെല്ലാം പലവിധ കാഴ്ചദ്രവ്യങ്ങളും കൊണ്ടുവന്ന് സമർപ്പിച്ചു. ഭഗവാനെ സർവാത്മന ആശ്രയിച്ചതായിട്ടുള്ള പൃഥുവിൻ്റെ യാഗത്തിൻ്റെ മഹത്വം കണ്ട് അസൂയ സഹിക്കാൻ കഴിയാതെ ഇന്ദ്രൻ അതിനെ വിഘ്നം ചെയ്തു, തടസ്സം ചെയ്തു. ഇന്ദ്രന് യാഗം ആരംഭിക്കുന്ന സമയത്ത് തന്നെ അസൂയ ഉണ്ടായിരുന്നു. അങ്ങനെ 99 യാഗം അദ്ദേഹം പൂർത്തിയാക്കി. എന്നാൽ 100ാമത് അശ്വമേധയാഗം അതങ്ങനെ തുടർച്ചയായിട്ട് അദ്ദേഹം പൃഥു ചെയ്യുകയായിരുന്നു. 100ാമത്തെ അശ്വമേധയാഗം തുടങ്ങിയ സമയത്ത് ഇന്ദ്രൻ വേഷം മാറി വന്ന് യാഗാശ്വത്തെ അപഹരിച്ചു കൊണ്ടുപോയി. കാരണം 100 അശ്വമേധം പൂർത്തിയാക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഇന്ദ്രൻ്റെ സങ്കല്പം. അത് മറ്റൊന്നും കൊണ്ടല്ല, തനിക്കൊരു എതിരാളി ഉണ്ടാകും എന്നുള്ളതാണ് ഇന്ദ്രൻ്റെ ഭയം. കാരണം 100 അശ്വമേധയാഗങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അയാൾക്ക് ഇന്ദ്രപദവിക്ക് അർഹതയുണ്ടല്ലോ. അപ്പോൾ മറ്റൊരാൾ തൻ്റെ സിംഹാസനത്തിന് വരാൻ പാടില്ല, ആ സ്ഥാനം തട്ടിയെടുക്കാൻ പാടില്ല എന്നുള്ള ഉദ്ദേശം അത്രമാത്രമേ ഉള്ളൂ. അതിന് വിഘ്നം ചെയ്യാൻ വേണ്ടിയിട്ട്
100ാമത്തെ ആ യാഗത്തിൽ യാഗാശ്വത്തെ ഇന്ദ്രൻ അപഹരിച്ചു. പാഖണ്ഡവേഷത്തെ സ്വീകരിച്ചാണ് ഇന്ദ്രൻ കുതിരയെ മോഷ്ടിച്ചത്. അധർമ്മത്തെ ധർമ്മമായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഈ പാഖണ്ഡമതം എന്ന് പറയുന്നത്. ഇന്ദ്രൻ കുതിരയെ അപഹരിച്ച് ആകാശമാർഗത്തിലൂടെ പോകുന്നത് അത്രി മഹർഷി കണ്ടു. അദ്ദേഹം പ്രേരിപ്പിച്ചതനുസരിച്ച് പൃഥുവിൻ്റെ പുത്രൻ ഇന്ദ്രൻ്റെ പിന്നാലെ പാഞ്ഞു ചെന്ന് നിൽക്ക് നിൽക്ക് എന്ന് ഉറക്കെ പറയുകയും ശിരസിൽ ജടധരിച്ച് ദേഹം മുഴുവൻ ഭസ്മം പൂഴ്ചിയവനായിട്ടുള്ള ഇന്ദ്രനെ കണ്ടപ്പോൾ പൃഥുവിൻ്റെ മകൻ ഇത് വലിയൊരു തപസ്വിയാണല്ലോ, ധർമ്മം തന്നെ സ്വരൂപം സ്വീകരിച്ചതുപോലെയുണ്ട് എന്നൊക്കെ വിചാരിച്ച് ശരം പ്രയോഗിച്ചില്ല. കാരണം ഇന്ദ്രൻ വേഷം മാറിയിട്ട് ഒരു വലിയ തപസ്വിയുടെ, ഒരു മഹർഷിയുടെ വേഷത്തിലാണ് വന്നത്. മഹർഷിമാരെ കൊല്ലുന്നത് പാപമാണ് എന്നുള്ളതുകൊണ്ടാണ് പൃഥുവിൻ്റെ പുത്രൻ അദ്ദേഹത്തെ ഉപദ്രവിക്കാതെ വിട്ടത്. എന്നാൽ അത്രി മഹർഷി പറയുന്നുണ്ട്, അത് യജ്ഞത്തെ മുടക്കാൻ വന്നിട്ടുള്ള നീചനായിട്ടുള്ള ഇന്ദ്രനാണ്. കപടവേഷം കണ്ട് നീ പരിഭ്രമിക്കരുത്, അവനെ തൽക്ഷണം കൊല്ലൂ എന്ന് പറഞ്ഞു. ആകാശത്തിലൂടെ കുതിരയെ അപഹരിച്ചു കൊണ്ടുപോകുന്നതായിട്ടുള്ള ഇന്ദ്രൻ്റെ പിന്നാലെ, സീതയെ അപഹരിച്ചു കൊണ്ടുപോയ രാവണൻ്റെ പിന്നാലെ പക്ഷിരാജാവായിട്ടുള്ള അല്ലെങ്കിൽ ഗൃധ്രരാജാവായിട്ടുള്ള ജടായു എന്നതുപോലെ പൃഥുവിൻ്റെ പുത്രൻ ഓടിച്ചെന്ന് ഇന്ദ്രനെ തടുത്തു. ഇന്ദ്രൻ കുതിരയെയും തൻ്റെ പാഖണ്ഡ വേഷത്തെയും ഉപേക്ഷിച്ച് അന്തർധാനം ചെയ്തു. വീരനായിട്ടുള്ള പൃഥുവിൻ്റെ പുത്രൻ കുതിരയെ വീണ്ടെടുത്ത് അച്ഛൻ്റെ യാഗശാലയിലേക്ക് വന്നു. രാജകുമാരൻ്റെ അത്ഭുത പരാക്രമം കണ്ട് സന്തോഷിച്ചതായ മഹർഷിമാർ അവന് വിജിതാശ്വൻ എന്ന പേര് നൽകി, അതായത് കുതിരയെ വീണ്ടെടുത്തവൻ എന്ന അർത്ഥത്തിൽ. ഈ രൂപത്തിൽ സ്വർണ്ണക്കയറുകൊണ്ട് ബന്ധിച്ചിരുന്നതായിട്ടുള്ള കുതിരയെ ഭയങ്കരമായിട്ടുള്ള അന്ധകാരം സൃഷ്ടിച്ച് ഇന്ദ്രൻ വീണ്ടും അപഹരിച്ചു. ആകാശത്തിലൂടെ ആ കുതിരയും കൊണ്ടുപോകുന്ന ഇന്ദ്രനെ അത്രി മഹർഷി വീണ്ടും വിജിതാശ്വന് കാണിച്ചു കൊടുത്തു. കപാലം, ഘട്വാംഗം ഇതൊക്കെ ധരിച്ചതായിട്ടുള്ള ഇന്ദ്രനെ യോഗ്യനായിട്ടുള്ള ഒരു ശിവയോഗിയാണ് എന്ന് ധരിച്ച് വിജിതാശ്വന് ശരം പ്രയോഗിച്ചില്ല. ഇന്ദ്രൻ്റെ കപടവേഷമാണ് അത് എന്ന് അത്രി മഹർഷി പറഞ്ഞു. ഇത് കേട്ടതായിട്ടുള്ള ഉടൻ തന്നെ വിജിതാശ്വൻ ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടി ശരം തൊടുത്തു. എന്നാൽ ഇന്ദ്രൻ കുതിരയെയും വേഷത്തെയും ഒക്കെ ഉപേക്ഷിച്ച് തൻ്റെ യോഗശക്തി കൊണ്ട് മറഞ്ഞുപോയി. കുതിരയെയും കൂട്ടിക്കൊണ്ട് വിജിതാശ്വൻ യാഗശാലയിലേക്ക് വീണ്ടും മടങ്ങി വന്നു. ഇന്ദ്രൻ ഉപേക്ഷിച്ച ആ കപടവേഷം ജ്ഞാനമില്ലാത്ത ആളുകളും ജ്ഞാനികളാണ് എന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുമായിട്ടുള്ള പാഖണ്ഡന്മാരൊക്കെ സ്വീകരിച്ചു. ഇങ്ങനെ ഇന്ദ്രൻ പല പല വേഷങ്ങളും സ്വീകരിച്ച് പല പ്രാവശ്യവും കുതിരയെ അപഹരിച്ചു. ധാർമ്മികൻ്റെയും തപസ്വിയുടെയും യോഗിയുടെയും ഭക്തൻ്റെയും വിരക്തൻ്റെയും പരമഹംസൻ്റെയും അവധൂതൻ്റെയും ഒക്കെ വേഷങ്ങളാണ് ഇന്ദ്രൻ കുതിരയെ അപഹരിക്കാൻ വേണ്ടി സ്വീകരിച്ചത്. ആ വേഷങ്ങളെ പാപത്തിൻ്റെ പ്രതീകങ്ങൾ എന്ന അർത്ഥത്തിൽ പാഖണ്ഡ രൂപങ്ങളെന്ന് പറയുന്നു. വിജിതാശ്വൻ യുദ്ധത്തിന് ചെന്ന ഓരോ പ്രാവശ്യവും ഇന്ദ്രൻ കുതിരയെയും കപടവേഷത്തെയും ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. വിജിതാശ്വൻ കുതിരയെ കൊണ്ടുവരും, ഇന്ദ്രൻ്റെ വേഷങ്ങൾ പാഖണ്ഡന്മാർ സ്വീകരിക്കും. ഇങ്ങനെയായി കാര്യം. പരമധാർമ്മികൻ്റെ വേഷം സ്വീകരിച്ച് അധർമ്മം പ്രവർത്തിക്കുകയും അധർമ്മം ഉപദേശിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഈ പാഖണ്ഡന്മാർ. ഇന്ദ്രൻ്റെ വേഷം സ്വീകരിച്ച പാഖണ്ഡന്മാർ ചിലർ നഗ്നന്മാരാണ്, ചിലർ ചുവന്ന വസ്ത്രം ധരിക്കുന്നതാണ്, ചിലർ നല്ല വാക്സാമർഥ്യമുള്ളവരാണ്. ഇങ്ങനെയൊക്കെയായിരുന്നു ആ വേഷങ്ങളുടെയൊക്കെ പ്രത്യേകത. എന്നാൽ ഈ വഞ്ചനാപ്രവൃത്തി കണ്ട് കോപിച്ചതായിട്ടുള്ള പൃഥു ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടി എഴുന്നേറ്റ് വില്ലിൽ ശരം തൊടുത്തു. കുപിതനായിട്ടുള്ള ആ പൃഥുവിനെ ഋത്വിക്കുകളൊക്കെ തടഞ്ഞു. കാരണം യജ്ഞത്തിന് ദീക്ഷ വരിച്ചു കഴിഞ്ഞാൽ ആ യാഗത്തിൻ്റെ ഇടയിൽ യജ്ഞത്തിനുള്ള ആ മൃഗത്തെ അല്ലാതെ മറ്റാരെയും കൊല്ലാൻ പാടില്ല. അങ്ങ് ഇരിക്കൂ, അങ്ങയുടെ യാഗം മുടക്കുന്നതായിട്ടുള്ള ഇന്ദ്രനെ ഞങ്ങൾ മന്ത്രങ്ങളെ കൊണ്ട് ആവാഹിച്ച് അഗ്നിയിൽ ഹോമിക്കാം, അതിനുശേഷം മതി ഇനി യാഗത്തിലെ ബാക്കി കർമ്മങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രനെ ആവാഹിക്കാൻ വേണ്ടി ഒരുങ്ങിയതായിട്ടുള്ള ഋത്വിക്കുകളെ വളരെ വേഗം ആ യാഗശാലയിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ടുള്ള ബ്രഹ്മാവ് തടഞ്ഞ് അവരോട് പറഞ്ഞു, യാഗത്തിൽ ഹവിർഭാഗം സ്വീകരിക്കുന്ന ദേവന്മാരും ഇന്ദ്രനും യജ്ഞേശ്വരനായിട്ടുള്ള ഭഗവാന്റെ അംശഭൂതരാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്ദ്രനെ ഹോമിക്കരുത്. പൃഥുവിൻ്റെ യാഗം മുടക്കാൻ വേണ്ടി ഇന്ദ്രൻ ചെയ്തതായിട്ടുള്ള ധർമ്മവിപര്യത്തെ അല്ലെങ്കിൽ പാഖണ്ഡ സൃഷ്ടിയെ നിങ്ങൾ നോക്കൂ എന്ന് പറയുകയാണ്. ഇങ്ങനെ ഋത്വിക്കുകളോട് പറഞ്ഞതിന് ശേഷം ബ്രഹ്മാവ് പൃഥുവിനോട് പറഞ്ഞു, കീർത്തിമാനായിട്ടുള്ള പൃഥു, അങ്ങേക്ക് 99 യാഗങ്ങളും മതി.
അങ്ങക്ക് ഇന്ദ്രപദവിയിലല്ല, മോക്ഷധർമ്മത്തിലാണല്ലോ താല്പര്യം. ഭഗവാന്റെ അംശസ്വരൂപികളാണ് ഇന്ദ്രനും അങ്ങും. അതുകൊണ്ട് തൻ്റെ തന്നെ രൂപഭേദമായിട്ടുള്ള ഇന്ദ്രനോട് വിരോധം വയ്ക്കരുത്. 100ാമത്തെ യാഗം മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിച്ച് അങ്ങ് കുണ്ഠിതപ്പെടേണ്ട. ദൈവത്താൽ മുടക്കപ്പെട്ടതിനെ പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നവൻ അജ്ഞാന അന്ധകാരത്തെ പ്രാപിക്കും. ഈ യജ്ഞം അവസാനിപ്പിക്കൂ. ഇന്ദ്രൻ്റെ ദുരാഗ്രഹം, അതായത് തനിക്ക് സമനായി മറ്റൊരാളുണ്ടാവരുത് എന്ന ചിന്താഗതി, അത് സ്വാഭാവികമാണ്. കാരണം ഉന്നത പദവിയിലിരിക്കുന്ന ആളാണല്ലോ ഇന്ദ്രൻ. ഈ യജ്ഞത്തെ മുടക്കാൻ വേണ്ടി ഇന്ദ്രൻ സൃഷ്ടിച്ച പാഖണ്ഡന്മാരാൽ വൈദിക ധർമ്മത്തിന് ദോഷം സംഭവിക്കും. ഇന്ദ്രൻ സൃഷ്ടിച്ചുവിട്ട പാഖണ്ഡന്മാരുടെ ഉപദേശങ്ങളൊക്കെ കേട്ട് വഴിതെറ്റിപ്പോകുന്ന പാവങ്ങളെ നോക്കൂ. വേനൻ്റെ തെറ്റുകൊണ്ട് നഷ്ടപ്പെട്ട ധർമ്മത്തെ സ്ഥാപിക്കാൻ വേണ്ടിയല്ലേ അങ്ങ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ജനിച്ചത്? അങ്ങ് ഈ വിശ്വത്തിൻ്റെ സൃഷ്ടിയെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. വിശ്വസ്രഷ്ടാക്കളുടെ അഭിലാഷം ധർമ്മം പുലരണമെന്നല്ലേ? അവരുടെ ആഗ്രഹം അങ്ങ് നിറവേറ്റൂ. നിങ്ങൾ തമ്മിൽ ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ പാഖണ്ഡന്മാരുടെ ആ ഒരു സിദ്ധാന്തങ്ങളും പാഖണ്ഡന്മാരുടെ എണ്ണവും വളരെയധികം കൂടും. അതുകൊണ്ട് അധർമ്മത്തിൻ്റെ ഉറവിടമായിട്ടുള്ള ഇന്ദ്രൻ്റെ മായാസൃഷ്ടിയെ സർവസമർത്ഥനായിട്ടുള്ള അങ്ങ് നശിപ്പിക്കൂ എന്നിങ്ങനെ ബ്രഹ്മാവ് ഉപദേശിച്ചതിനെ പൃഥു ചക്രവർത്തി അംഗീകരിച്ചു. ഇന്ദ്രനോട് സന്ധി ചെയ്തു. അവഭൃത സ്നാനം കഴിഞ്ഞു വന്നതായിട്ടുള്ള പൃഥുവിന് ആ യാഗങ്ങളാൽ ആരാധിക്കപ്പെട്ടതായിട്ടുള്ള ദേവന്മാർ പല വരങ്ങളും കൊടുത്തു. പൃഥു ബ്രാഹ്മണർക്കും ഋഷികൾക്കും ഋത്വിക്കുകൾക്കൊക്കെ ധാരാളം ദക്ഷിണ നൽകി. അവരൊക്കെ പൃഥുവിനെ നന്നായി അനുഗ്രഹിച്ചു. ആഹ്വാനം ചെയ്തതനുസരിച്ച് യാഗത്തിന് വന്നതായിട്ടുള്ള ദേവന്മാർ, പിതൃക്കൾ, ഋഷികൾ അവരൊക്കെ അങ്ങ് ഞങ്ങളെ നന്നായി വിധി പോലെ പൂജിച്ചിരിക്കുന്നു എന്ന് അവരൊക്കെ പറഞ്ഞു അനുഗ്രഹിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ഈ 19ാം അധ്യായം വരുന്നത്. 20ാമത്തെ അധ്യായത്തിൽ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെ അവിടെ വന്നു ചേരുന്നതായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അതിനുശേഷം ആ യാഗശാലയിലേക്ക് യജ്ഞപതിയും വൈകുണ്ഠമൂർത്തിയുമായ ഭഗവാൻ ഇന്ദ്രനെ കൂട്ടിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. യാഗങ്ങളെ കൊണ്ട് തന്നെ ആരാധിച്ചതിൽ സന്തുഷ്ടനായി പൃഥുവിനോട് ഭഗവാൻ പറഞ്ഞു, ഇന്ദ്രൻ അങ്ങയുടെ 100ാമത്തെ യാഗത്തിന് വിഘ്നം വരുത്തിയവനാണ്. എന്നാൽ ഹേ പൃഥു, അദ്ദേഹം അങ്ങയോട് ഇപ്പോൾ മാപ്പ് ചോദിക്കുന്നു. അദ്ദേഹത്തോട് ക്ഷമിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അങ്ങയെപ്പോലെ മനഃശുദ്ധി വന്നതായിട്ടുള്ള സജ്ജനങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ ദ്രോഹിക്കാറില്ല. ശരീരാഭിമാനികൾക്കല്ലേ മറ്റുള്ളവരെ ശരീരമായി കണ്ട് ദ്വേഷിക്കാൻ തോന്നൂ. അങ്ങയെപ്പോലെ ഉയർന്ന നിലയിലെത്തിയതായിട്ടുള്ള സജ്ജനങ്ങൾ പോലും മായ കൊണ്ട് മയങ്ങി ശരീരാഭിമാനികളായി തീരുകയാണ് എങ്കിൽ സജ്ജന സംസർഗം കൊണ്ട് പിന്നെ എന്താ ഒരു പ്രയോജനമുള്ളത്? സത്സംഗം ശരീരാഭിമാനം നീങ്ങാനുള്ളതല്ലേ? ശരീരം ആത്മവിസ്മൃതിയാകുന്ന അവിദ്യയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ആ ആത്മവിസ്മൃതിയാകുന്ന അവിദ്യയിൽ നിന്നുണ്ടാകുന്നതായ ആഗ്രഹം കൊണ്ടും ആഗ്രഹം സാധിക്കാനായിട്ടുള്ള ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനായിട്ടും ഉണ്ടായതല്ലേ? അവിദ്യയിൽ നിന്ന് വിട്ടുപോകുന്നതായ ആരെങ്കിലും പിന്നെ ശരീരത്തെ താനായി അഭിമാനിക്കുമോ? ശരീരാഭിമാനം ഇല്ലാതായാൽ പിന്നെ ശരീരത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള ഗൃഹം, പുത്രൻ, ധനം, പദവി മുതലായവയെ തൻ്റേതായി കണക്കാക്കുമോ എന്ന് ചോദിക്കുകയാണ്. മാത്രമല്ല ആത്മാവായ താൻ ഏകനാണ്, ശുദ്ധനാണ്, സ്വയം പ്രകാശസ്വരൂപിയാണ്. സത്വാദി 3 ഗുണങ്ങളും വാസ്തവത്തിൽ ഇല്ലാത്തവനാണ്, ബന്ധമില്ലാത്തവനാണ്. എന്നാൽ ഗുണങ്ങൾക്കൊക്കെ ആശ്രയീഭൂതനാണ്, എങ്ങും വ്യാപിച്ചവനാണ്, ഒന്നിനാലും മറയപ്പെടാത്തവനാണ്, സർവസാക്ഷിയാണ്, ശരീരത്തോട് ബന്ധപ്പെടാത്തവനാണ്. ഇങ്ങനെ തന്നിൽ താനായി ആത്മതത്വത്തെ അറിയുമ്പോഴും ബ്രഹ്മമായി തന്നെ നിൽക്കുന്നു. അതിനാൽ പ്രകൃതിയുടെ ഗുണങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നില്ല. ആത്മതത്വത്തെ തന്നിൽ താനായിട്ട് അറിയാൻ മനസ്സ് ശുദ്ധമായി തീരണം. ദിവസേന ശ്രദ്ധയോടെ തൻ്റെ സ്വധർമ്മം കൊണ്ട് ഈശ്വരനായ എന്നെ ആരാധിക്കുന്നവൻ്റെ മനസ്സ് ക്രമേണ ശുദ്ധമായി തീരും. മനസ്സ് നിർമ്മലമായി തീർന്നാൽ ജീവൻ 3 ഗുണങ്ങളും അകന്ന് ബ്രഹ്മകൈവല്യമാകുന്ന ശാന്തിയെ പ്രാപിക്കും. ശരീരം, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ് ഇവയെ സാക്ഷിഭാവത്തിൽ അറിയുന്ന നിർവികാര സ്വരൂപിയാണ് ആത്മാവായ താൻ എന്ന് ബോധിക്കുന്നവന് മംഗളമുണ്ടാകും.
പഞ്ചഭൂതങ്ങളും അന്ധകരണവും ചിതാഭാസനായ ജീവനും കൂടിച്ചേർന്നതായിട്ടുള്ള ശരീരം ആത്മാവായ തന്നിൽ നിന്ന് ഭിന്നമാണ് എന്ന് ബോധിച്ചതായ വിവേകികൾ എന്നിൽ ദൃഢമായിട്ടുള്ള ഭക്തി ഉള്ളവരായിത്തീരും. അവർ സമ്പത്തിൽ സന്തോഷിക്കുകയോ ആപത്തിൽ ദുഃഖിക്കുകയോ ചെയ്യില്ല. അതിനാൽ അങ്ങ് തന്നേക്കാൾ ശ്രേഷ്ഠരെയും തുല്യരെയും താണവരെയും സമമായി കാണുന്നവനായി, സുഖത്തിലും ദുഃഖത്തിലും ക്ഷോഭിക്കാത്ത മനസ്സോടുകൂടിയവനായി, ഈശ്വരനായ എന്നാൽ നിശ്ചയിക്കപ്പെട്ട മന്ത്രിമാരോടും പരിവാരങ്ങളോടും കൂടി പ്രജാപരിപാലനമാകുന്നതായ സ്വധർമ്മത്തെ അനുഷ്ഠിക്കൂ. പ്രജാപാലനമാകുന്ന സ്വധർമാചരണം രാജാവിന് ശ്രേയസ്കരമാണ്. കാരണം പ്രജകളുടെ പുണ്യത്തിൽ 1/6 അവരെ ധാർമ്മികരാക്കി തീർക്കുന്നതായിട്ടുള്ള രാജാക്കന്മാർക്ക് കിട്ടും. പ്രജകൾ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തിയുടെ 1/6 രാജാവിന് വന്നു ചേരും. എന്നാൽ പ്രജകളെ പരിപാലിക്കാതെ അവർക്ക് വേണ്ട കാര്യങ്ങൾ നൽകാതെ നികുതി വാങ്ങുന്നതായിട്ടുള്ള രാജാവിൻ്റെ പുണ്യം ക്ഷയിക്കും. മാത്രമല്ല പ്രജകൾ ചെയ്യുന്നതായിട്ടുള്ള അധർമ്മങ്ങളുടെ 1/6 ആ രാജാവിനും വന്നു ചേരും, ഭരണാധികാരിക്ക് കിട്ടും. അതിനാൽ അങ്ങ് ബ്രാഹ്മണരുടെ ഉപദേശപ്രകാരം ധർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടും ധർമ്മത്തിനുള്ളിൽ ഒതുങ്ങി നിന്ന് അർത്ഥകാമങ്ങളെ അനുഭവിച്ചുകൊണ്ടും സ്വധർമ്മമാകുന്ന പ്രജാപരിപാലനം ചെയ്യൂ. അങ്ങനെ കുറച്ചു കാലം സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ജീവിച്ചാൽ അങ്ങേക്ക് വേണ്ടത്ര മനഃശുദ്ധി ഉണ്ടാവും. അപ്പോൾ ജ്ഞാനോപദേശം ചെയ്യാൻ 4 സിദ്ധന്മാർ അങ്ങയുടെ സമീപത്തേക്ക് വരും. രാജാവേ, അങ്ങ് ഇനി എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു വരവും സ്വീകരിക്കണം. ഞാൻ അങ്ങയുടെ സ്വഭാവ ഗുണത്താൽ വശീകൃതനായിരിക്കുന്നു. എന്നെ യാഗം, തപസ്, യോഗം ഇവ കൊണ്ടൊന്നും എളുപ്പത്തിൽ സന്തോഷിപ്പിക്കാൻ കഴിയില്ല. കാരണം എല്ലാത്തിനെയും സമഭാവത്തിൽ കാണുന്നതായിട്ടുള്ള ചിത്തത്തിലാണ് ഞാൻ പ്രകാശിക്കുന്നത് എന്ന് ഭഗവാൻ പറയുകയാണ്. ലോകഗുരുവായ ഭഗവാൻ അരുളി ചെയ്തതിനെ പൃഥു തലകുനിച്ച് സ്വീകരിച്ചു. താൻ ചെയ്ത അപരാധത്താൽ ലജ്ജിതനായിട്ടുള്ള ഇന്ദ്രൻ പൃഥുവിൻ്റെ കാൽക്കൽ നമസ്കരിച്ചു. അദ്ദേഹത്തെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് പൃഥു ആലിംഗനം ചെയ്തു. ഇന്ദ്രനോട് തോന്നിയിരുന്നതായ അനിഷ്ടം പൃഥു ഉപേക്ഷിച്ചു. പല പൂജാദ്രവ്യങ്ങളും സമർപ്പിച്ച് അത്യന്തം ഭക്തിയോടെ ഭഗവാന്റെ കാൽക്കൽ അദ്ദേഹം ദണ്ഡ നമസ്കാരം ചെയ്തു. വിശ്വാത്മാവായ ഭഗവാൻ തിരിച്ചെഴുന്നള്ളാൻ ഒരുങ്ങിയെങ്കിലും പൃഥുവിനെ അനുഗ്രഹിച്ചിട്ട് വേണം പോകാൻ എന്ന് വിചാരിച്ച് പോയില്ല. തൊഴുതുകൊണ്ട് ഭഗവാന്റെ മുൻപിൽ നിന്നിരുന്നതായിട്ടുള്ള പൃഥുരാജാവിനോ ഭക്തി കൊണ്ട് കണ്ണുകളിൽ നിന്ന് കണ്ണീര് ധാരധാരയായിട്ട് ഒഴുകി. അതുകൊണ്ട് തന്നെ ഭഗവാനെ വ്യക്തമായിട്ടൊന്ന് കാണാൻ പൃഥുവിന് കഴിഞ്ഞില്ല. സ്തുതിക്കാൻ ശ്രമിക്കുമ്പോൾ തൊണ്ട ഇടറിയതിനാൽ വാക്കുകളൊന്നും പുറപ്പെടുന്നില്ല. കുറേ നേരം അങ്ങനെ കഴിഞ്ഞു. പിന്നീട് കണ്ണുനീര് തുടച്ച് പൃഥു ഭഗവാനെ നോക്കി. ഭഗവാനെ കണ്ടിട്ട് കണ്ണുകൾക്ക് തൃപ്തി വരുന്നില്ല. തൃക്കാലുകൾ രണ്ടും ഭൂമിയിലൂന്നി ഇടത് കൈ ഗരുഡൻ്റെ പുറത്തു വെച്ചും വലത് കൈ ഉയർത്തി തന്നെ അനുഗ്രഹിച്ചും നിൽക്കുന്നതായിട്ടുള്ള ഭഗവാനെ പൃഥു മഹാരാജാവ് സ്തുതിച്ചു. സർവശക്തനായിട്ടുള്ള ഹേ ഭഗവാനെ എന്ന് പറഞ്ഞ് പൃഥു ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങുകയാണ്. അങ്ങ് എന്നോട് വരം വരിക്കാൻ അരുളി ചെയ്തുവല്ലോ. എന്നാൽ ബുദ്ധിമാന്മാരാരെങ്കിലും അങ്ങയിൽ നിന്ന് വരം ആവശ്യപ്പെടുമോ? കാരണം വരങ്ങൾ 2 വിഭാഗത്തിലാണ് പെടുന്നത്. ഒന്ന് ശാരീരികമായിട്ടുള്ള സുഖം, മറ്റൊന്ന് മോക്ഷം. മോക്ഷാനുഭൂതിയെ തന്ന് അനുഗ്രഹിക്കുന്ന അങ്ങയിൽ നിന്ന് മോക്ഷത്തിന് അത്യന്തം തടസ്സവും വെറും കൃമികീടങ്ങൾക്ക് പോലും സുലഭവുമായിട്ടുള്ള ശാരീരിക സുഖം ചോദിച്ചു വാങ്ങാൻ എന്താണെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ പിന്നെ മോക്ഷം ആവശ്യപ്പെട്ടുകൂടെ എന്നാണെങ്കിൽ ഞാൻ മോക്ഷത്തെ ആഗ്രഹിക്കുന്നില്ല. കാരണം മോക്ഷം എന്നത് ഞാനാകുന്ന ജീവൻ പരമാത്മാവായ അങ്ങയിൽ ഏകീഭവിച്ച ഒന്നായി തീരലാണല്ലോ. മുക്തനായി തീർന്നാൽ പിന്നെ ഞാനാകുന്ന വ്യക്തിത്വം ഇല്ലാതാവും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് അവിടുത്തെ അമൃതതുല്യങ്ങളായ ഈ കഥകൾ കേട്ട് മതിയായിട്ടില്ല. അത് ഇനിയും ഒരുപാട് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മുക്തിയും ആഗ്രഹിക്കുന്നില്ല. സജ്ജനങ്ങളുടെ മുഖത്തുകൂടി ഒഴുകുന്നതായിട്ടുള്ള ഭഗവത് കഥാമൃതത്തെ ആസ്വദിക്കാൻ വേണ്ടി എൻ്റെ കാതുകൾക്ക് 10,000 കാതുകളുടെ ശക്തി തന്ന് അനുഗ്രഹിച്ചാൽ മതി. അതായത്
ഒരുപാട് ഭഗവാന്റെ കഥകൾ കേൾക്കാനുള്ളതായ സന്ദർഭം എനിക്ക് കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട. മഹാത്മാക്കളുടെ മുഖത്തുകൂടി നിരന്തരം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അങ്ങയുടെ ലീലാമൃത ബിന്ദുക്കളെ വഹിച്ചു വരുന്നതായിട്ടുള്ള വായു ആത്മവിസ്മൃതിയിൽ മുഴുകിക്കഴിയുന്നവരും വേണ്ടത്ര മനഃശുദ്ധിയില്ലാത്തവരുമായിട്ടുള്ള ഞങ്ങൾക്ക് ആത്മബോധം ഉണ്ടാക്കി തീർക്കും. മംഗളകരങ്ങളായിട്ടുള്ള കീർത്തിയോടുകൂടിയതായിട്ടുള്ള ഹേ ഭഗവാനെ, യാദൃശികമായിട്ടാണെങ്കിലും ഏതെങ്കിലും ഒരു മഹാത്മാവിനോട് ബന്ധപ്പെടാനും അദ്ദേഹത്തിലൂടെ അങ്ങയുടെ മഹിമ കേൾക്കാനും ഭാഗ്യമുണ്ടായാൽ പിന്നെ വിവേകിയായിട്ടുള്ള ഏതൊരാളാണ് അതിനെ മതിയാക്കുക? അതായത് ആ ഭഗവത് കഥകൾ കേൾക്കുന്നതിനെ മതിയാക്കുക. വല്ല മൃഗപ്രായന്മാർക്കും മാത്രമേ അങ്ങയുടെ മഹിമകളും കഥകളും കേട്ടാൽ മടുപ്പു തോന്നൂ. ലക്ഷ്മീദേവി പോലും അവിടുത്തെ ഗുണങ്ങൾ തന്നിലേക്ക് പകർന്നു കിട്ടിയാൽ കൊള്ളാം എന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ലേ അങ്ങയുടെ കഥാമൃതത്തെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ പുരുഷോത്തമനും സകല ഗുണങ്ങളുടെയും വിളനിലവുമായിട്ടുള്ള അങ്ങയെ ലക്ഷ്മീദേവിയെപ്പോലെ തീവ്രഭക്തിയോടെ ഞാനും ഭജിക്കാൻ വിചാരിക്കുകയാണ്. എൻ്റെയും ലക്ഷ്മീദേവിയുടെയും ലക്ഷ്യം അങ്ങയെ സന്തോഷിപ്പിക്കലാണ്. ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഞങ്ങൾ തമ്മിൽ കലഹമുണ്ടാവാതെ അങ്ങ് തന്നെ നോക്കണേ ഭഗവാനെ. ലോകമാതാവായ ലക്ഷ്മി ഭഗവതിക്ക് നിശ്ചയമായിട്ടും എന്നോട് അപ്രീതി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ലക്ഷ്മീദേവിയും അങ്ങയെ ഭജിക്കുന്നു, ഞാനും ഭജിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ഭക്തിയുടെ കാര്യത്തിൽ പരസ്പരം മത്സരിച്ചുകൊണ്ടാവും അങ്ങയെ സേവിക്കുക. ലക്ഷ്മി ഭഗവതി ഐശ്വര്യദേവതയാണ്. സർവ്വ ഐശ്വര്യ സമൃദ്ധമായ പൂജ കൊണ്ടായിരിക്കും ദേവി അങ്ങയെ ആരാധിക്കുക. എന്നാൽ ഒന്നുമില്ലാത്തവനായ ഞാൻ ഭക്തി കൊണ്ട് ധാരധാരയായി ഒഴുകുന്ന കണ്ണുനീരുകൊണ്ടായിരിക്കും അങ്ങയെ പൂജിക്കുക. അങ്ങ് ആകട്ടെ ദീനവത്സലനായതുകൊണ്ട് എന്നോടായിരിക്കും വേഗത്തിൽ സന്തോഷിക്കുക. അതിനാൽ ലക്ഷ്മി ദേവിക്ക് എന്നോട് അനിഷ്ടം തോന്നും. പക്ഷേ എനിക്ക് അതുകൊണ്ട് ഒന്നും വരാൻ പോകുന്നില്ല. കാരണം അങ്ങ് ആത്മാരാമനല്ലേ. അങ്ങേക്ക് ലക്ഷ്മി ഭഗവതിയെ കൊണ്ട് വിശേഷിച്ച് എന്തു പ്രയോജനമാണുള്ളത്? എന്തു വന്നാലും നിന്തിരുവടി ഭക്തരെ ഉപേക്ഷിക്കില്ല. അതിനാലാണ് നിഷ്കാമഭക്തരായിട്ടുള്ള സാധുക്കൾ മായയെയും മായാ കാര്യങ്ങളെയും തള്ളിക്കളഞ്ഞ് വിളങ്ങിക്കൊണ്ടിരിക്കുന്നതായ അങ്ങയെ എപ്പോഴും ഭജിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പാദസ്മരണ എപ്പോഴും ഉണ്ടാകണമെന്ന് മാത്രമല്ലാതെ മറ്റൊരാഗ്രഹവും സജ്ജനങ്ങൾക്ക് ഉണ്ടാവാറില്ല. അങ്ങയെ ഭജിക്കുന്ന എന്നോട് വരം വരിക്കാൻ ആവശ്യപ്പെട്ടതിൽ എനിക്ക് സങ്കടമുണ്ട് ഭഗവാനെ. കാരണം വരം വാങ്ങുക എന്നാൽ ഇതേവരെ അങ്ങയെ ഭജിച്ചതിന് പ്രതിഫലം വാങ്ങി പിരിഞ്ഞു പോകൂ എന്നല്ലേ അർത്ഥം. അങ്ങനെ എന്തെങ്കിലും പ്രതിഫലം സ്വീകരിച്ച് പിരിഞ്ഞു പോകുന്നൊരു ഭക്തനല്ലല്ലോ ഞാൻ. എനിക്ക് അങ്ങയെയാണ് ആവശ്യം. ഭഗവാന് പകരം കിട്ടുന്നതായ എന്തെങ്കിലും കൊണ്ട് തൃപ്തിപ്പെടുന്നവനല്ല ഞാൻ. വരം വരിക്കൂ എന്ന അവിടുത്തെ വാക്ക് ഏതൊരുവനെയും മയക്കുന്നതാണ്. അങ്ങയുടെ വേദവാക്യങ്ങളിൽ മയങ്ങിയതുകൊണ്ടല്ലേ മിക്ക ആളുകളും വൈദിക കർമ്മങ്ങളിൽ മുഴുകി ജീവിക്കുന്നത്, കാമ്യകർമ്മങ്ങളിൽ മുഴുകി ജീവിക്കുന്നത്. ലോകത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അങ്ങയുടെ മായ കൊണ്ട് വിവേകം നഷ്ടപ്പെട്ടവരാണ്. അതാണ് സത്യസ്വരൂപനായ അങ്ങയിൽ നിന്ന് മിഥ്യാരൂപങ്ങളായ പ്രപഞ്ചപദാർത്ഥങ്ങളെ വരമായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു കുട്ടിക്ക് നല്ലതെന്തോ അതിനെ അച്ഛൻ തിരഞ്ഞെടുത്തു കൊടുക്കാറില്ലേ? അതുപോലെ തന്നെ അങ്ങയുടെ മുമ്പിൽ ശ്രേയസ് എന്താണ് എന്നറിയാതെ നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണ് ഞാൻ. എന്ത് കിട്ടിയാലാണോ എനിക്ക് ശ്രേയസ് ഉണ്ടാവുക, നന്മയുണ്ടാവുക, അതിനെ അങ്ങ് തന്നെ നിശ്ചയിച്ചു വരമായിട്ട് തന്നാൽ മതി ഭഗവാനെ. ഇങ്ങനെയുള്ള വരം ചോദിക്കൽ കേട്ട് ഭഗവാന് സന്തോഷമായി. അങ്ങേക്ക് എന്നിൽ ഉറച്ച ഭക്തി ഉണ്ടാവട്ടെ. ഭാഗ്യം കൊണ്ടാണ് അങ്ങേക്ക് ഇത്രയും ദൃഢമായ വൈരാഗ്യം ഉണ്ടായത്. ഞാൻ പറഞ്ഞ പ്രകാരം കുറച്ചു കാലം പ്രജാപരിപാലനമാകുന്ന ധർമ്മത്തെ ആചരിക്കൂ. ഇങ്ങനെ പറഞ്ഞ് അനുഗ്രഹിച്ച് ഭഗവാൻ പോകാൻ തയ്യാറായി. ദേവന്മാർ, ഋഷികൾ, പിതൃക്കൾ, ഗന്ധർവന്മാർ, സിദ്ധന്മാർ, ചാരണന്മാർ, നാഗങ്ങൾ, കിന്നരന്മാർ, അപ്സരസ്സുകൾ, മനുഷ്യർ, പക്ഷികൾ, ഭൂതഗണങ്ങൾ, വിഷ്ണു പാർഷദന്മാർ ഇവരെയൊക്കെ യജ്ഞേശ്വരനായ ഭഗവാനായി കണ്ടുകൊണ്ട് പൃഥു പൂജിച്ച് സൽക്കരിച്ചു. അവരെല്ലാം ഭഗവാനോടൊന്നിച്ച് പോകാൻ വേണ്ടി ഒരുങ്ങി. ഉപാധ്യായന്മാരോട് കൂടി നോക്കി നിൽക്കുന്നതായ പൃഥുവിൻ്റെ മനസ്സിനെ അപഹരിക്കുന്നവനായി ഭഗവാൻ സ്വസ്ഥാനത്തേക്ക് തിരിച്ചെഴുന്നള്ളി. ഭഗവാൻ മറഞ്ഞ ദിക്കു നോക്കി നമസ്കരിച്ച് പൃഥുവാകട്ടെ സ്വന്തം രാജധാനിയിലേക്ക് ആ യാഗശാലയിൽ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു എന്ന് പറയുന്നിടത്താണ് ഈ 20-ാം അധ്യായം പൂർത്തിയാകുന്നത്. 21-ാം അധ്യായത്തിൽ പൃഥു തൻ്റെ പ്രജകളോട് ധർമ്മോപദേശം ചെയ്യുന്നതാണ്
നമുക്ക് കേൾക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഹരിയും.